ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഓൺ വോയിസ് ചെയ്യുന്ന ലോങ് വീഡിയോ ആണേ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ക്ലേ വെച്ച് 3 items ആണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗീവ് അവേ പറ്റിയും നമ്മുടെ ചാനലിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ശരിക്കും ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് 2 ദിവസം മതി, പക്ഷെ ഞാൻ 3 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. വേറെ കുറച്ച് തിരക്കൊക്കെ കാരണമാണ് 1 day എക്സ്ട്രാ എടുക്കേണ്ടി വന്നത്. ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു തിരക്കും ഇല്ലാണ്ട് വെറുതെ ബോറിംഗ് ആയിരുന്നു ലൈഫ്. ഇപ്പോൾ ടൈം തികയുന്നേ ഇല്ല. നമുക്ക് ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്താൽ മതി. അതിപ്പോൾ ഇനി എന്തെങ്കിലും മെൻ്റലി ഒക്കെ സ്ട്രെസ്സോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും മാറ്റാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇത്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഓൺ വോയിസ് ഒക്കെ ചെയ്യാനായിട്ട്. ചാനൽ തുടങ്ങാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നെങ്കിൽ വോയിസ് ഇട്ട് വീഡിയോ ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടമാകുമോ, നെഗറ്റീവ് കമൻറ്റ്സ് വരുമോ, പിന്നെ കളിയാക്കുമോ എന്നൊക്കെ ആയിരുന്നു. എനിക്ക് ഒത്തിരി നാളെടുത്തു എന്നെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം മടി പിടിച്ച് എൻ്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരാളാണ്. എൻ്റെ ലൈഫിലെ മിക്ക കാര്യങ്ങളും ഞാൻ പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടേ ഉള്ളൂ എപ്പോഴും. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ കുറച്ച് മുന്നേ ചെയ്തു തുടങ്ങേണ്ടതായിരുന്നു എന്ന്. ഞാൻ തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിതിൽ കാണിക്കുന്ന മിക്ക ക്രാഫ്റ്റുകളും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് തന്നെയാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകില്ല. എന്നാലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പിന്നെ ഫൈനൽ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ അടിപൊളിയായി കിട്ടിയാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. നമ്മളെന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല സമയമെടുത്ത് പീസ്ഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം. എടുപിടിയെന്നൊക്കെ ക്ഷമയില്ലാണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാലൊന്നും ശരിയാവത്തില്ല. തീരെ ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. ആദ്യമൊക്കെ ക്ലേ വെച്ചുണ്ടാക്കുമ്പോൾ എനിക്കൊന്നും റെഡി ആവത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി നല്ല ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രാഫ്റ്റ് ചെയ്യാവുള്ളൂ എന്ന്. ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂൾസ് ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബാംബൂ സ്റ്റിക്സും പിന്നെ നമ്മുടെ ടൂത്ത് പിക്കും ഒക്കെയാണ്. പരത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചേക്കുന്ന സാധനം കണ്ടില്ല, എൻ്റെ വീട്ടിൽ ആകെയുള്ള ഒരു ചപ്പാത്തി പലകയാണ്. ഇനിയിപ്പോൾ പുതിയത് വാങ്ങണം. ഏറ്റവും നല്ല ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൈ തന്നെയാണ്. നമ്മുടെ കൈ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ പരത്തിയെടുക്കാം, ഷേപ്പ് ചെയ്തെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് എപ്പോഴും ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അതാണല്ലോ അതിൻ്റെ ബ്യൂട്ടി. ക്ലേ എടുത്ത് തുടങ്ങിയപ്പോഴൊന്നും ഞാനിതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടി. ഒരേ ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ഞാനും ക്ലേയും അങ്ങനെ ചെയ്യാറില്ലാത്തതാണ്. പക്ഷേ ഈ ക്ലേ ആണെങ്കിൽ ഞാൻ പിടിച്ചെടുത്ത് തന്നെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നോർമലി ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഡെസ്കിലോ കയ്യിലോ ഒക്കെ ഒട്ടിപ്പിടിക്കാറായിരുന്നു പതിവ്. ക്രാക്സും ഒക്കെ വീഴുമായിരുന്നു. ഇതിപ്പോൾ ക്രാക്കും വീഴുന്നില്ലായിരുന്നു, പിന്നെ ഒട്ടിയും പിടിക്കുന്നില്ലായിരുന്നു. എല്ലാം നല്ല സെറ്റായിട്ടാണ് കിട്ടിയത്. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം ചെയ്യാൻ പറ്റുകൊണ്ട് ഞാൻ 3 items ഉണ്ടാക്കി. ഇതൊന്നും ഒരു പ്ലാനിങ്ങോ റെഫറൻസോ ഒന്നും ഇല്ലാണ്ട് ചെയ്തതാണ്. എനിക്കപ്പോൾ എന്താണോ തോന്നിയത് ഞാൻ അതുപോലെയാണ് ചെയ്തെടുത്തത്. നോർമലി ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ പോവേ. ഫ്ലോപ്പ് ആകുമോ, റെഡി ആകുമോ, അതോ വീഡിയോ എടുത്തതൊക്കെ വെറുതെ ആകുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും ഫുള്ള്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല കൂളും സമാധാനമായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അതുകൊണ്ടാവാം ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടിയത്. ഈ വർക്കൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത് നൈറ്റാണേ. വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് ജനലിൻ്റെ സൈഡിലേക്കാണ് ഉണങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തത്. 3 നല്ലപോലെ ക്രാക്കൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ക്ലേ ഉണങ്ങി കഴിയുമ്പോഴേക്കും നല്ല വൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് വൈറ്റ് ബേസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 3നും നമുക്ക് ഇഷ്ടമുള്ള പോലെ പെയിൻറ്റ് ചെയ്തെടുക്കാവേ. സത്യം പറഞ്ഞാൽ ഞാനൊരു 3 വർഷം മുന്നേ തൊട്ടേ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും സക്സസ് ആയിട്ടുണ്ടായില്ല. ഞാൻ ടോട്ടലി യൂട്യൂബിൽ എത്ര ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് എനിക്കൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ഈ ചാനലിന് മാത്രം. അതുകൊണ്ട് ഞാൻ ഈ ചാനൽ മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഈ ചാനലിലാണേ. അതുകൊണ്ട് എനിക്ക് ഈ ചാനൽ കുറച്ച് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആദ്യമേ തന്നെ കൂടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ ചാനൽ ഗ്രോ ആവുന്നതിനനുസരിച്ചിട്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരണമല്ലോ. എന്നാലല്ലേ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സന്തോഷമാകുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ തുടങ്ങാനുള്ള പ്ലാനിങ്ങിൽ തന്നെ ഞാൻ ഗീവ് അവേ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. കുറേ നേരമായിട്ടുള്ള പെയിൻറ്റിംഗ് അല്ലേ, അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗീവ് അവേ പറ്റിയല്ലേ. ഞാൻ എൻ്റെ ഓരോ അച്ചീവ്മെൻറ്റ്സൊക്കെ മൈൽ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ.
ഓരോ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്യുമ്പോൾ എൻ്റെ ഓരോ ഡ്രീംസും കോൺകർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നാറ്. അതിൽ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് 500 സബ്സ്ക്രൈബേഴ്സ്. അത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് എനിക്ക് ചാനൽ തുടങ്ങി 2 വീക്സ് കൊണ്ട് കിട്ടിയായിരുന്നേ. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ 5 പേർക്കാണ് ഇത്തവണ ഗീവ് അവേ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു 500 കമൻസിൽ കൂടുതൽ വരുവാണെങ്കിൽ ഞാൻ ഒരാൾക്കും കൂടെ എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ വരുവാണെങ്കിൽ ടോട്ടൽ 6 പേർക്ക് കൊടുക്കുവേ. പിന്നെ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്ത് സജഷൻ പറഞ്ഞാൽ മതിയേ. പിന്നെ ഗീവ് അവേക്ക് എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാവേ. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു ഡൗട്ടായിരിക്കുമല്ലോ, ഇവള് ചുമ്മാ പറ്റിക്കാൻ പറയുന്നതാണോ ഗിഫ്റ്റൊക്കെ അയക്കുമെന്നൊക്കെ. ഞാൻ എന്താണേലും ഗിഫ്റ്റ് അയച്ചിരിക്കും, അത് 100% ഉറപ്പാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരാൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും മെസ്സേജിലൂടെയൊക്കെ അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ വഴി പോയേക്കരുതേ. പറ്റുവാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അയച്ചു തരണം. അതിൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ എനിക്കത് ചാനലിൽ പോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല, റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. 1, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയുടെ അടിയിൽ. പിന്നെ പറ്റുവാണെങ്കിൽ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ റൂൾസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് 29 മാർച്ചാണ്. ഏപ്രിൽ 5, അതായത് നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കും ഞാൻ റിസൾട്ട് പറയുന്നത്. അപ്പോൾ 1 വീക്കേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പണിയെല്ലാം കഴിഞ്ഞത് സ്പ്രേ വാർണിഷാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഉണക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. വാർണിഷൊക്കെ അടിച്ചത് നല്ലപോലെ ഉണങ്ങി നല്ല ഗ്ലേസിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചു വന്നപ്പോൾ ഇത് നല്ല അടിപൊളിയായില്ലേ. ഇതിനെ ട്രിങ്കർ ഡിഷ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പുറകിൽ നിന്നൊരു ത്രെഡ് കൊടുത്തിട്ട് വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇപ്പം തൽക്കാലത്തേക്ക് ഞാനത് ടേബിളിലാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡറാണിത്. ഡിസൈനൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നല്ല അടിപൊളിയായില്ലേ. ആ റെഡും വൈറ്റും കൂടെ ഉള്ള കളർ കോമ്പിനേഷൻ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടില്ലേ. ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമേ. പിന്നെ 3ാമത്തെ നമ്മുടെ ഫോട്ടോ ഹോൾഡറാണേ. മിച്ചം വന്ന ക്ലേ വെച്ച് ചെയ്താണേലും നല്ല അടിപൊളിയായിട്ട് അതും കിട്ടിയിട്ടുണ്ട്. ബ്ലൂവും പിങ്കും കോമ്പിനേഷനിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പിന്നെ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇത്രയും നേരം കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു താങ്ക്സ്.